പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 23. പ്രധാന വാർത്തകൾ. സിസ്റ്റം അപ്ഗ്രേഡ് സമയത്തെ പിശകുകൾ മൂലമുണ്ടാകുന്ന ചാർജുകളോ ലെറ്റ് ഫീയോ ഈടാക്കില്ലെന്ന് ഇസ്ലാമിക് ബാങ്ക് വ്യക്തമാക്കി. ബാധിതരായ ഉപഭോക്താക്കൾക്ക് അടുത്ത കുറച്ചു ദിവസങ്ങളിൽ വാല റിവാർഡുകളോടൊപ്പം നഷ്ടപരിഹാരം നൽകും. ബാങ്കിംഗ് സംവിധാനങ്ങളെ പരിവർത്തനം ചെയ്യുന്നതിനായി ബാങ്കിംഗ് പ്ലാറ്റ്ഫോം കൂടുതൽ സുരക്ഷിതവും വിശ്വസനീയവുമായ ക്ലൗഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്ന സാങ്കേതിക പ്രവർത്തനം നടത്തുന്നതിനിടെയാണ് ചില ഉപഭോക്താക്കൾക്ക് സേവന തടസ്സം നേരിട്ടത്. അവ പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുവെന്നാണ് ബാങ്ക് വ്യക്തമാക്കിയത്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ ടെക്സ്റ്റ് ബുക്കുകളുടെ വിതരണം പൂർത്തിയാകാത്ത വിഷയത്തിൽ ആശങ്ക പങ്കുവെച്ച് രക്ഷിതാക്കളുടെ സംഘം ഇന്ത്യൻ അംബാസഡറുമായി ചർച്ച നടത്തി. അധ്യയന വർഷം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടും ഉയർന്ന ക്ലാസുകളിൽ ഉൾപ്പെടെ പാഠപുസ്തകങ്ങൾ ലഭ്യമല്ലാത്തത് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും കടുത്ത ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വിഷയം അതീവ ഗൗരവമാണെന്നും അടിയന്തര പ്രശ്നപരിഹാരത്തിൽ ഇടപെടുമെന്നും അംബാസഡർ രക്ഷിതാക്കൾക്ക് ഉറപ്പു നൽകി. ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലും രക്ഷിതാക്കൾ ഇന്ത്യൻ അംബാസഡർക്ക് നിവേദനം നൽകിയിരുന്നു. കഴിഞ്ഞ അധ്യയന വർഷം മുതൽ ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ കേന്ദ്രീകൃത ബുക്ക് പർച്ചേസ് സംവിധാനം സ്കൂൾ ഡയറക്ടർ ബോർഡ് ആവിഷ്കരിച്ച് നടപ്പിൽ വരുത്തിയിരുന്നു. പുതിയ പരിഷ്കരണത്തിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലേക്കുമുള്ള ടെക്സ്റ്റ് ബുക്കുകൾ വാങ്ങുന്നതിനായി ഒരു ഏജൻസിയെ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പരിഷ്കാരത്തിലെ അപാകതയും പ്രായോഗിക പ്രശ്നങ്ങളും രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ ബോർഡ് ചെയർമാനെ മുമ്പ് പലതവണ അറിയിച്ചിരുന്നതാണ്. എന്നാൽ രക്ഷിതാക്കളുടെ മുന്നറിയിപ്പ് അവഗണിച്ചുകൊണ്ട് ബോർഡ് തങ്ങളുടെ തീരുമാനവുമായി മുന്നോട്ടു പോയതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായത്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ കമ്പനിയിൽ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള വലിയ അളവിൽ സ്റ്റീൽ മോഷ്ടിച്ച സംഭവത്തിൽ 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. ഖാബൂറ വിലായത്തിലായിരുന്നു സംഭവം. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP പ്രസ്താവനയിൽ അറിയിച്ചു. ധോഫാർ ഗവർണറേറ്റിൽ വേഗപരിധി ലംഘിക്കുകയും അപകടകരമാം വിധം ഓടിക്കുകയും ചെയ്ത വാഹനം റോയൽ ഒമാൻ പോലീസ് ട്രാഫിക് വിഭാഗം പിടിച്ചെടുത്തു. വാഹനത്തിന് നമ്പർ പ്ലേറ്റും ഉണ്ടായിരുന്നില്ല. ഡ്രൈവറെ അറസ്റ്റ് ചെയ്തതായും ഇയാൾക്കെതിരെ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. സമാന സംഭവം കഴിഞ്ഞ ആഴ്ചയിലും ധോഫാറിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം മസ്കത്ത് ഗവർണറേറ്റിൽ നിന്നും അശ്രദ്ധയോടെ വാഹനം ഓടിച്ചതിന് 2 ഡ്രൈവർമാർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. വാഹനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു. ഗതാഗത നിയമങ്ങൾ ലംഘിച്ച് വാഹനം ഓടിക്കുന്നവർക്കെതിരെ നടപടികൾ ശക്തമാക്കിയിരിക്കുകയാണ്. ദാഖിലിയ ഗവർണറേറ്റിലെ ജബൽ അക്തറിൽ മാതള നാരങ്ങ വിളവെടുപ്പിനൊരുങ്ങുന്നു. ഇവിടെ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളിലൊന്നാണിത്. ആഗസ്റ്റ് മുതൽ വിളവെടുപ്പ് ആരംഭിക്കും. കഴിഞ്ഞ വർഷം 17 ലക്ഷം റിയാലായിരുന്നു മാതള നാരങ്ങയുടെ വിപണന മൂല്യം. കാർഷിക, ഫിഷറീസ്, ജലവിഭവ വകുപ്പ് മന്ത്രാലയത്തിന്റെ പ്രത്യേക ശ്രദ്ധ ഫലിപ്പിച്ചതിനെ തുടർന്ന് ഈ വർഷം ആരോഗ്യകരമായ പഴങ്ങൾ വർദ്ധിച്ചിട്ടുണ്ട്. മഴയും വെള്ളത്തിന്റെ സമൃദ്ധിയും കാരണം ഈ സീസണിൽ മികച്ച രീതിയിൽ കൃഷി നടത്താൻ കർഷകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഖുറിയാത്ത് വിലായത്തിൽ നിർമ്മാണം പുരോഗമിക്കുന്ന ഗ്രാമീണ റോഡുകളുടെ പുരോഗതി വിലയിരുത്തി മസ്കത്ത് നഗരസഭ ചെയർമാൻ അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഹുമൈദിയുടെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്ന സ്ഥലത്തെത്തിയത്. ഉമക് അൽ റബാഖ്, വാസൽ, സൽമ പ്രദേശങ്ങളിലേക്കുള്ള റോഡ് പദ്ധതികളും ചെയർമാൻ നിരീക്ഷിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അധികൃതർ നൽകുകയും ചെയ്യുന്നുണ്ട്. ധോഫാർ ഗവർണറേറ്റിൽ തുടർച്ചയായ ചാറ്റൽ മഴ പെയ്തതോടെ പർവ്വതനിരകളിൽ കനത്ത മൂടൽമഞ്ഞ്. മഴയും മൂടൽമഞ്ഞും പൊടിപടലങ്ങളും കാരണം ദൃശ്യപരത കുറഞ്ഞതായി ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മൂടൽമഞ്ഞുള്ള സാഹചര്യങ്ങളിൽ ദൃശ്യപരത കുറയുമെന്നും വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. സുരക്ഷാ നിർദ്ദേശങ്ങളുമായി റോയൽ ഒമാൻ പോലീസും രംഗത്തുണ്ട്. തൊഴിൽ വിപണിയിൽ ഒമാനി കേഡറുകളുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി തൊഴിൽ മന്ത്രാലയം. ഒമാന്റെ തൊഴിൽ മേഖല രൂപപ്പെടുത്തുന്നതിൽ കമ്മ്യൂണിറ്റി പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് ഇതുവഴി ലക്ഷ്യമിടുന്നത്. നിർബന്ധിത ഒമാനൈസേഷൻ നിരക്കുകൾ കൈവരിക്കാത്ത കമ്പനികൾക്ക് കൂടുതൽ പിഴ ചുമത്തണോ? ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം മുഖേനയുള്ള പരിശോധന വർദ്ധിപ്പിക്കണോ? തൊഴിൽ വിപണിയിൽ ഒമാനി തൊഴിലാളികളെ ശാക്തീകരിക്കാനുള്ള നിർദ്ദേശങ്ങൾ പങ്കിടുക എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളും മറ്റുമാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. കൂടുതൽ മേഖലയിൽ സ്വദേശീവൽക്കരണം ഏർപ്പെടുത്താൻ സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. പ്രവാസികൾക്ക് പകരം സ്വദേശികളെ നിയമിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നതിനുള്ള മാർഗരേഖ ഗതാഗത ആശയവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു.
തൊഴിലാളികൾക്കിടയിൽ മധ്യാഹ്ന വിശ്രമം സംബന്ധിച്ച് ബോധവൽക്കരണ ക്യാമ്പയിൻ തുടരുന്നു. തൊഴിൽ മന്ത്രാലയത്തിലെ ആരോഗ്യ സുരക്ഷാ വിഭാഗത്തിന് നേതൃത്വത്തിലാണ് രാജ്യത്തെ സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിലെ നിർമ്മാണ ജോലിക്കാരിൽ ഉൾപ്പെടെ ബോധവൽക്കരണം നടത്തുന്നത്. റുസേൽ വ്യവസായ മേഖലയിൽ നടന്ന ബോധവൽക്കരണത്തിന് ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി. വിശ്രമത്തിന്റെ സമയം, പ്രാധാന്യം, സുരക്ഷിതരായിരിക്കേണ്ടതിന്റെ ആവശ്യകത തുടങ്ങിയ വിഷയങ്ങളിലാണ് ബോധവൽക്കരണം നടത്തുന്നത്. സ്വകാര്യ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തുന്ന ക്യാമ്പയിൻ വരും ദിവസങ്ങളിലും തുടരും. ബോധവൽക്കരണം നടത്തുന്നതോടൊപ്പം കമ്പനികൾക്ക് നിയമം നടപ്പാക്കുന്നതിന് കർശന നിർദ്ദേശം നൽകുകയും ചെയ്യുന്നുണ്ട്. ജൂൺ 1 ആരംഭിച്ച മധ്യാഹ്ന വിശ്രമം ആഗസ്റ്റ് 30 വരെ തുടരും. ഒമാൻ തൊഴിൽ നിയമം ആർട്ടിക്കിൾ 16 പ്രകാരം ഈ കാലയളവിൽ പുറത്ത് ജോലിയെടുക്കുന്ന തൊഴിലാളികൾക്ക് വിശ്രമം അനുവദിക്കൽ നിർബന്ധമാണ്. ഒമാന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ ശക്തമായി. കനത്ത മഴ ലഭിച്ച പ്രദേശങ്ങളിൽ വാദികൾ നിറഞ്ഞൊഴുകി. ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും മലമുകളിൽ നിന്നും വെള്ളം കുത്തിയൊലിച്ചു. കാറ്റിന്റെയും ഇടിയുടെയും അകമ്പടിയോടെയായിരുന്നു മഴയെത്തിയത്. രാവിലെ മുതൽ നേരിയ തോതിൽ പെയ്ത മഴ ഉച്ചയോടെ ശക്തമായി. ഇന്നലെ കൂടുതൽ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചതായി കാലാവസ്ഥാ റിപ്പോർട്ടുകൾ പറയുന്നു. അവാബി, ബുറൈമി, നിസ്വ, റുസ്താഖ്, ഇബ്രി, ജബൽ അക്തർ, ഹംറ, യങ്കൽ, മുദൈബി, ദോഫാർ ഗവർണറേറ്റിന്റെ വിവിധ ഭാഗങ്ങൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് തിങ്കളാഴ്ച വ്യത്യസ്ത സമയങ്ങളിലായി മഴ പെയ്തത്. വിവിധ ഭാഗങ്ങളിലടക്കം ഉച്ച മുതൽ അന്തരീക്ഷം മേഘാവൃതമായിരുന്നു. തുടർച്ചയായ മഴ ലഭിച്ച ഇടങ്ങളിൽ താപനിലയിലും നേരിയ കുറവുണ്ടായിട്ടുണ്ട്. തണുത്ത കാറ്റും അനുഭവപ്പെട്ടു. കനത്ത മഴയിൽ തുടർച്ചയായി ലഭിച്ച മഴ പ്രദേശങ്ങളിൽ ആശ്വാസം പകർന്നു. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളം വഴി കടത്താൻ ശ്രമിച്ച 14.5 കിലോയിലധികം മരിജുവാന മയക്കുമരുന്നും വൻതോതിൽ സൈക്കോട്രോപിക് ഗുളികകളും ഒമാൻ കസ്റ്റംസ് വിഭാഗം അധികൃതർ പിടിച്ചെടുത്തു. ബാഗുകൾക്കുള്ളിൽ വളരെ വിദഗ്ധമായി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഇവ. ക്രിസ്റ്റൽ നാർക്കോട്ടിക് വസ്തുക്കൾ കടത്താനുള്ള മറ്റൊരു സംഘത്തിന്റെ ശ്രമവും ഒമാൻ കസ്റ്റംസ് വിഭാഗം അധികൃതർ അടുത്തിടെ വിമാനത്താവളത്തിൽ തടഞ്ഞിരുന്നു. ബർഗയിലെ സിയാൽ സിറ്റിയിൽ ഖസായിൻ പഴം പച്ചക്കറി മാർക്കറ്റിൽ ഇനി വൻതോതിൽ സാധനങ്ങൾ സംഭരിക്കും. 1100-ലധികം റെഫ്രിജറേറ്ററുകൾ മാർക്കറ്റിൽ ലഭ്യമാക്കിയതായും ഇതുവഴി പ്രാദേശികവും അന്തർദേശീയവുമായ 26,000 ടണ്ണിലധികം പഴം പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ഇവിടെ കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഖസായിൻ സിറ്റിയിലെ പുതിയ പഴം പച്ചക്കറി മൊത്തവ്യാപാര കേന്ദ്രം കഴിഞ്ഞ മാസം 29-ന് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ആധുനിക സൗകര്യങ്ങളോടെ അന്താരാഷ്ട്ര നിലവാരത്തിലാണ് മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 5 ലക്ഷം ചതുരശ്ര മീറ്റർ സ്ഥലത്ത് പൂർണ്ണമായും ശീതീകരിച്ച മാർക്കറ്റ് രാജ്യത്തെ ജനസംഖ്യയിൽ പകുതി പേരുടെയും മാർക്കറ്റ് ആവശ്യങ്ങളെ നിറവേറ്റാൻ സഹായിക്കും. അൽ അഷ്കറ ഫെസ്റ്റിവലിൽ ആദ്യ 10 ദിവസങ്ങൾക്കിടെ 60,000-ൽ പരം സന്ദർശകരെത്തിയതായി അധികൃതർ. ഉത്സവത്തിന്റെ ഭാഗമായുള്ള വ്യത്യസ്ത വിനോദ ആസ്വാദന പരിപാടികൾ പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ ഓഫ് റോഡ് വാഹനങ്ങളുടെ കാഴ്ചക്കാരിൽ ആവേശം നിറച്ചു. ഒമാനു പുറമെ സൗദി, UAE, ഖത്തർ തുടങ്ങി അയൽ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും ഡ്രാഗ് റേസ് എന്ന് പേരിട്ടിരിക്കുന്ന സഫാരിയിൽ പങ്കാളികളായി. ജൂലൈ 31 വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വേറിട്ട വിനോദങ്ങളാണ്. പൈതൃകം, വിനോദം, വിനോദസഞ്ചാരം, സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഫെസ്റ്റിവലിന്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ അരങ്ങേറും. ജയലാൻ ബനി ബു അലി വിലായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഫെസ്റ്റിവൽ പരിപാടികൾ നടക്കും. വിവിധ സാമ്പത്തിക, സാമൂഹിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ട് വിനോദ പ്രോത്സാഹന സാംസ്കാരിക പരിപാടികളാണ് കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വാദി കബീറിൽ പള്ളിക്ക് സമീപത്തുണ്ടായ വെടിവെപ്പിൽ ഇന്ത്യക്കാരൻ ഉൾപ്പെടെ മരിക്കാനിടയായ സംഭവത്തിൽ അനുശോചനമറിയിച്ചു ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് അദ്ദേഹം അനുശോചനം രേഖപ്പെടുത്തിയത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായും വിദേശകാര്യമന്ത്രി സംഭാഷണം നടത്തുകയും അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.